ഇന്ത്യയിലെ കർണാടകയിലെ ബാംഗ്ലൂരിലെ ഹലസുരുവിന് സമീപമാണ് ഹലാസുര സോമേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചോള കാലഘട്ടത്തിലെ നഗരത്തിലെ പഴയ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇത് ഹിന്ദു ദൈവമായ ശിവന് സമർപ്പിച്ചിരിക്കുന്നു. ഹിരിയ കെമ്പെ ഗൌഡ രണ്ടാമന്റെ ഭരണത്തിൻ കീഴിലുള്ള വിജയനഗര സാമ്രാജ്യത്തിന്റെ അവസാന കാലത്ത് വലിയ കൂട്ടിച്ചേർക്കലുകളും പരിഷ്കാരങ്ങളും വരുത്തി. കർണാടകത്തിലെ കല്യാണിയിലെ ചാലൂക്യരാണ് സോമേശ്വര ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. ആ കാലഘട്ടത്തിൽ തമിഴ് ലിഖിതങ്ങൾ കുറച്ച് മുതലിയാർ സ്ഥിരതാമസമാക്കിയതായി നാം കാണുന്നു. തുളു ഭാഷ സംസാരിക്കുന്ന ഈ മുതലാളിമാർ തമിഴ്നാട്ടിലെ പ്രത്യേകിച്ച് ആർക്കോട്ടിന്റെ ചില ഭാഗങ്ങളിൽ സ്ഥിരതാമസമാക്കിയിരുന്നു. ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത് മുസറൈ വകുപ്പാണ്. ശ്രീ സുന്ദര ദീക്ഷിതരു, ശ്രീ ഷൺമുഖ ദീക്ഷിതരു എന്നിവരോടൊപ്പം ശ്രീരാമനാഥ ദീക്ഷിതരുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന അർച്ചക്കാരന്മാർ. ബാംഗ്ലൂരിലെ ഹലാസുരു പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഹലാസുര സോമേശ്വര ക്ഷേത്രം ഹിന്ദു ദേവതയായ ശിവന് സമർപ്പിച്ചിരിക്കുന്നു. ചോള കാലഘട്ടം മുതലുള്ള ഈ ക്ഷേത്രം ബാംഗ്ലൂരിലെ ഏറ്റവും പഴക്കം ചെന്നതാണ്. ഏകദേശം 12-13 നൂറ്റാണ്ടുകളിൽ ഹൊയ്സാലർ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം ഇപ്പോൾ കർണാടക സർക്കാരിന്റെ എൻഡോവ്മെന്റ് വകുപ്പാണ് നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും. എന്നിരുന്നാലും വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്ത് ക്ഷേത്രത്തിൽ വലിയ പരിഷ്കാരങ്ങളും കൂട്ടിച്ചേർക്കലുകളും നടത്തിയിരുന്നു. ക്ഷേത്രത്തിന്റെ മറ്റ് നിരവധി ശ്രദ്ധേയമായ സവിശേഷതകൾ കൂടാതെ ഏറ്റവും ആകർഷകമായത് ശിവനെ പ്രീതിപ്പെടുത്താൻ കൈലാസ പർവ്വതം പിടിച്ചിരിക്കുന്ന രാവണന്റെയും മഹിഷാസുരനെ വധിക്കുന്ന ദുർഗയുടെയും ശിവന്റെയും പാർവതിയുടെയും വിവാഹത്തിലെ രംഗങ്ങൾ, ദേവന്റെ ചിത്രങ്ങൾ എന്നിവയാണ്. സപ്തഋഷികൾ മുതലായവയുമുണ്ട്. വിജയനഗർ ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന്റെ ചുവരുകളിലും ശാന്തമായ അകത്തളങ്ങളിലും ശ്രദ്ധേയമായ മനോഹരമായ കൊത്തുപണികളുണ്ട്. പ്രധാന ക്ഷേത്രം കൂടാതെ കാമാഷിമ്മ, അരുണാചലേശ്വര, ഭീമേശ്വര, നഞ്ചുണ്ടേശ്വര, പഞ്ചലിംഗേശ്വര എന്നിവയുൾപ്പെടെയുള്ള മറ്റു ദേവതകളുടെ ചെറിയ ആരാധനാലയങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ബാംഗ്ലൂരിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണ കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. മഹാശിവരാത്രി സമയത്ത് ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു. ഹിന്ദു ദൈവങ്ങളായ ബ്രഹ്മാവും വിഷ്ണുവും ഈ ക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്നതായി ഭക്തർ വിശ്വസിക്കുന്നു. ബ്രിട്ടീഷ് ചരിത്രകാരനും വിദ്യാഭ്യാസ വീക്ഷണനുമായ ബെഞ്ചമിൻ ലൂയിസ് റൈസ് 1887 ഗസറ്റർ ഓഫ് മൈസൂർ പതിപ്പിൽ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നിലെ ഐതിഹ്യം വിവരിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവ് കെമ്പെ ഗൌഡ വേട്ടയാടാൻ പോയി. അങ്ങനെ ഒരുപാട് യാത്ര ചെയ്തതുകൊണ്ട് അദ്ദേഹം മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു. വിശ്രമവേളയിൽ ഉറങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ സോമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് രാജാവ് വിശ്രമിക്കുന്ന സ്ഥലത്തെ മണ്ണിനടിയിൽ നിധിയുണ്ട് എന്നും അത് ഉപയോഗിച്ച് ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയാൻ നിർദ്ദേശിച്ചു. കുഴിച്ചിട്ട നിധി ഉപയോഗിച്ച് തന്റെ ബഹുമാനാർത്ഥം ഒരു ക്ഷേത്രം പണിയാൻ രാജാവ് തീരുമാനിച്ചു. രാജാവ് കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിനു ദൈവികാനുഗ്രഹം നേടുകയും ചെയ്തു. മറ്റൊരു ഐതിഹ്യം അനുസരിച്ചു മൈനർ രാജവംശത്തിലെ ജയപ്പ ഗൌഡ രാജാവ് ഹലാസുരു പ്രദേശത്ത് വേട്ടയാടുകയായിരുന്നു. അവിടെ ക്ഷീണം അനുഭവപ്പെടുകയും ഒരു മരത്തിനടിയിൽ വിശ്രമിക്കുകയും ചെയ്തുവെന്ന് ഐതിഹ്യത്തിന്റെ മറ്റൊരു പതിപ്പ് പറയുന്നു. അവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അവന്റെ സ്വപ്നത്തിൽ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറങ്ങുന്നിടത്ത് ഒരു ലിംഗം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ലിംഗം വീണ്ടെടുക്കാൻ രാജാവ് തന്റെ സൈനികരോട് നിർദ്ദേശിച്ചു. അത് കണ്ടെത്തിയ രാജാവ് മരം കൊണ്ട് ക്ഷേത്രം പണിതു. മിഷേൽ പറയുന്നതനുസരിച്ച് ക്ഷേത്ര പദ്ധതി വിജയനഗര വാസ്തുവിദ്യയുടെ പല അടിസ്ഥാന ഘടകങ്ങളും പിന്തുടരുന്നു. ക്ഷേത്രത്തിന് ഒരു ചതുരാകൃതിയിലുള്ള ശ്രീകോവിലുണ്ട്. അത് ഒരു ഇടുങ്ങിയ പാതയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സങ്കേതം അടച്ച മണ്ഡപവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിന്റെ ചുവരുകൾ പൈലസ്റ്ററുകളും ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അടച്ച മണ്ഡപം 4 വലിയ പ്രൊജക്റ്റിംഗ് ബേകൾ അടങ്ങുന്ന വിശാലമായ തുറന്ന മണ്ഡപവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ശ്രീകോവിലിലേക്ക് നയിക്കുന്ന തൂണുകളും തുറന്ന മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് അഭിമുഖീകരിക്കുന്നവയുമാണ് സാധാരണയായി തൂണുകൾ. കിഴക്കൻ ഗോപുരം 16-ാം നൂറ്റാണ്ടിലെ ഒരു സാധാരണ ഘടനയാണ്. ക്ഷേത്രത്തിന്റെ കിഴക്ക് ദിശയിൽ ഏകദേശം 18 അടി ഉയരവും 2 അടി ചുറ്റളവുമുണ്ട്. സമുച്ചയത്തിൽ ശ്രദ്ധേയമായ നിരവധി ശില്പങ്ങളും അലങ്കാര സവിശേഷതകളുമുണ്ട്. പ്രവേശന കവാടത്തിന് മുകളിലൂടെ ഉയരമുള്ള ഗോപുരത്തിന് സമീപം ശ്രദ്ധേയമായ ഒരു സ്തംഭം നിലകൊള്ളുന്നു. ഗോപുരത്തിൽ തന്നെ ഹൈന്ദവ പുരാണങ്ങളിൽ നിന്നുള്ള ദേവന്മാരുടെയും ദേവതകളുടെയും നല്ല ശില്പങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. തുറന്ന മണ്ഡപത്തിൽ 48 തൂണുകളുണ്ട്. അതിൽ ദിവ്യത്വങ്ങളുടെ കൊത്തുപണികളുണ്ട്. വടക്ക് ഭാഗത്ത് 12 തൂണുകളുള്ള നവഗ്രഹ ക്ഷേത്രമുണ്ട്. ഓരോ തൂണും ഒരു സന്യാസിയെ പ്രതിനിധീകരിക്കുന്നു. ശ്രീകോവിലിലേക്കുള്ള പ്രവേശന കവാടത്തിൽ 2 വാതിൽ സൂക്ഷിപ്പുകാരുടെ ശില്പങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ശിവനെ പ്രീതിപ്പെടുത്താൻ രാവണൻ കൈലാസ പർവ്വതം ഉയർത്തുന്നത്, ദുർഗ മഹിഷാസുരനെ വധിക്കുന്നത്, നായന്മാർ സന്യാസിമാരുടെ ശില്പങ്ങൾ, ഗിരിജ കല്യാണത്തിന്റെ ശില്പങ്ങൾ എന്നിവ ചിത്രീകരിക്കുന്ന ശില്പങ്ങൾ മറ്റ് ശ്രദ്ധേയമായ കലാസൃഷ്ടികളിൽ ഉൾപ്പെടുന്നു. സപ്തഋഷികളുമുണ്ട്. ക്ഷേത്രസ്ഥലത്ത് അടുത്തിടെ നടത്തിയ ഖനനങ്ങളിൽ 1200 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്ര ടാങ്ക് ഉണ്ടെന്ന് കണ്ടെത്തി. നിങ്ങൾക്ക് ക്ഷേത്ര വാസ്തുവിദ്യയിൽ താൽപ്പര്യമുണ്ടെങ്കിൽ സന്ദർശിക്കാൻ പറ്റിയ സമയം: ക്ഷേത്രം രാവിലെ 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെയും വൈകിട്ട് 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ് മുതൽ രാത്രി 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെയും തുറന്നിരിക്കും. ഈ പ്രദേശത്ത് 4 വീലർ പാർക്കിംഗ് വെല്ലുവിളിയാണ്. അടുത്തുള്ള ചില മാളുകളിൽ പാർക്ക് ചെയ്യാം. ഹലാസുര സ്റ്റേഷനിലേക്ക് മെട്രോ പിടിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം.
അത്തരം മിക്ക ചരിത്ര നിർമ്മിതികളുടെയും കാര്യത്തിലെന്ന പോലെ ഹലാസുരുവിലെ സോമേശ്വര ക്ഷേത്രവും സജീവമായ ആരാധനാലയമാണ്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ദേവനെ വണങ്ങാൻ ഇവിടെയെത്തുന്നു. അതുപോലെ ബാംഗ്ലൂർ പര്യടനത്തിൽ പലരും അതിന്റെ ചരിത്രപരമായ മൂല്യത്തിനും സങ്കീർണമായ ശില്പത്തിനും ഇവിടെയെത്തുന്നു. പരിസരത്ത് ആകെ 10 ആരാധനാലയങ്ങളുണ്ട്. വിവിധ ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്നു. അധിപനായ ശിവനോടൊപ്പം വിഷ്ണുവിനും ബ്രഹ്മാവിനും പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. മഹാശിവരാത്രി നാളിൽ ഇവിടെ ഭക്തരുടെ എണ്ണം പെരുകുമ്പോൾ ക്ഷേത്രത്തിലെ ചടുലതയും ആരവവും ഏറ്റവും വലുതാണ്. കൂടാതെ ഇവിടെ മറ്റൊരു ഉത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ കാമകാശമ്മയായി ആരാധിക്കപ്പെടുന്ന പാർവതിയുടെ വിഗ്രഹം ഒരു ഘോഷയാത്രയുടെ ഭാഗമായി പുറത്തെടുത്ത് പ്രാദേശിക തെരുവുകളിലൂടെ പ്രദക്ഷിണം ചെയ്യുന്നു. ബാംഗ്ലൂർ ലോകത്തിന്റെ ഇൻഫർമേഷൻ ടെക്നോളജി തലസ്ഥാനമാണെങ്കിലും നഗരം വളരെ പരമ്പരാഗതവും സ്വഭാവത്താൽ മതവിശ്വാസികളുടെ എണ്ണം കൂടുതലുമാണ്. നഗരത്തിന് ചുറ്റും ചരിത്രപരവും പഴയതുമായ നിരവധി അടയാളങ്ങളുണ്ട്. സോമേശ്വരന്റെ രൂപത്തിൽ ശിവന് സമർപ്പിച്ചിരിക്കുന്ന സോമേശ്വര ക്ഷേത്രം അൾസൂർ ബാംഗ്ലൂരിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. വാസ്തുവിദ്യാ സൗന്ദര്യത്തിനും മതപരമായ പ്രാധാന്യത്തിനും പേരുകേട്ട ഈ ക്ഷേത്രം അൾസൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അൾസൂർ ഹെറിറ്റേജ് ട്രയലിന്റെ ഭാഗമാണ്. നിരവധി ചരിത്രപ്രേമികളെയും കലാപ്രേമികളെയും ആകർഷിക്കുന്ന ഈ ക്ഷേത്രം അൾസൂർ സോമേശ്വര ക്ഷേത്രം, സോമേശ്വര സ്വാമി ക്ഷേത്രം, സോമേശ്വര ക്ഷേത്രം ബാംഗ്ലൂർ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. ബാംഗ്ലൂരിലെ തിരക്ക് തീവ്രമാണെന്നും ഏത് സ്ഥലത്തേക്കും എത്താൻ വളരെയധികം സമയമെടുക്കുമെന്നതും ശ്രദ്ധിക്കുക. ഇത് ബാംഗ്ലൂരിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളിലൊന്നാണ്. വിമാനമാർഗം വരികയാണെങ്കിൽ കെമ്പഗൌഡ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. ക്ഷേത്രത്തിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് വിമാനത്താവളം. വിമാനത്താവളത്തിൽ നിന്നും റോഡ് മാർഗം യാത്രയ്ക്ക് ഏകദേശം 1.5 മണിക്കൂർ എടുക്കും. ബാംഗ്ലൂരിൽ യാത്ര ചെയ്യാൻ നിരവധി മാർഗങ്ങളുണ്ട്. അവയിലൊന്ന് എയർപോർട്ട് ബസ്സുകളിൽ സിഇടി സെന്ററിലേക്ക് പോകുക എന്നതാണ്. റോഡ് വഴി ക്ഷേത്രത്തിലേക്ക് വരികയാണെങ്കിൽ ബാംഗ്ലൂർ ജനറൽ പോസ്റ്റ് ഓഫീസിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം. റോഡ് മാർഗം 10 മിനിറ്റിൽ താഴെ സമയമെടുക്കും. പൊതുഗതാഗതം വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ലതും വേഗമേറിയതുമായ മാർഗം മെട്രോയിലാണ്. നമ്മ മെട്രോയ്ക്ക് അതേ പേരിൽ അൾസൂരിൽ ഒരു സ്റ്റേഷനുണ്ട്. അത് ക്ഷേത്രത്തിന് വളരെ അടുത്താണ്. ക്ഷേത്രത്തിന് സമീപം നിർത്തുന്ന ബംഗളൂരു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ BMTC ബസ്സിലും നിങ്ങൾക്ക് പോകാം.